ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു തക്കാളി അച്ചാറാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അധികം പഴുക്കാത്ത തക്കാളിയാണ് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം. ഞാനിവിടെ 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 തുടം വെളുത്തുള്ളി, 4 വലിയ പച്ചമുളക്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ സിഡർ വിനാഗിരിയാണ്. കോക്കനട്ട് വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഉപ്പ് പാകത്തിന്, കായപ്പൊടി, നല്ലെണ്ണ. ഞാൻ ചെറിയൊരു ഗ്ലാസ് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3-4 ഉണക്കമുളക്, 1 ടീസ്പൂൺ കടുക്, ചെറിയൊരു സ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തക്കാളിയിൽ ഒട്ടും വെള്ളമയം പാടില്ല. അതുകൂടാണ്ട് അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ തക്കാളി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും നന്നായി ചതച്ചെടുക്കുക. നമുക്കിനി അച്ചാർ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഇപ്പോൾ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന്റെ പച്ചമണം പോകുന്നിടം വരെ വഴട്ടിയെടുക്കുക. ഇതിപ്പോൾ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന്റെ പച്ചമണം പോകുന്നിടം വരെ വഴട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. തക്കാളി അധികം വേകേണ്ട കാര്യമില്ല. ഇനി നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. വളരെ രുചികരമായ തക്കാളി അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ.